വിചാരിക്കാതെ കിട്ടിയ നല്ലൊരു ത്രില്ലർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ദ ലാസ്റ്റ് സ്റ്റോപ്പ് ഇൻ ജുമാ കൗണ്ടി. ഈ സിനിമയെ കുറിച്ചിട്ട് ഞാൻ മുമ്പ് കേട്ടിരുന്നില്ല, ബട്ട് നെറ്റിലൂടെ സെർച്ച് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു പടം കണ്ണിൽ പെട്ടതും എന്നെ നല്ലൊരു ത്രില്ലർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പടം ഓഫർ ചെയ്തിരുന്നത്. ഒരു ഗ്യാസ് സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള ഒരു ഡൈനറിലേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് കസ്റ്റമേഴ്സ് കയറി വരുന്നു. ആൻഡ് പിന്നീട് അവിടെ സംഭവിക്കുന്ന ചില സംഭവങ്ങൾ എൻ്റെ അമ്മോ ഇതൊക്കെ വേണമായിരുന്നു എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോൾ എനിക്കിത് കണ്ടു തീർന്നപ്പോൾ ശരിക്കും ഓർമ്മ വന്ന ഒരു പേഴ്സണലി തോന്നിയൊരു പടം നിങ്ങൾക്ക് എല്ലാവർക്കും പലരും കണ്ടിട്ടുണ്ടാവും നോ കൺട്രി ഫോർ ഓൾഡ് മാൻ ആണ്. അതിന്റെ പല സിമിലാരിറ്റീസ് ഈ മൂവിയിൽ തോന്നി. ബട്ട് അവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ നല്ല കണ്ണിങ് ആയിട്ട് തന്നെ നല്ല നീറ്റ് ആയിട്ട് തന്നെ അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. കാരണം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചില സിറ്റുവേഷൻസ് ചില ഹാർഡ് ഡിസിഷൻസ് നമ്മളെ കൊണ്ട് എടുപ്പിക്കും. കാരണം ഇത് വേണ്ടാത്ത ചില ഡിസിഷൻസ് ആയാൽ പോലും നമ്മൾ എടുത്തു പോകും. ആ ഒരു ഡിസിഷൻസിന് ശേഷം ഉണ്ടാവുന്ന ചില കോൺസിക്വൻസസ് ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അങ്ങനെയുള്ള സംഭവത്തെ വളരെ ക്ലീൻ ആയിട്ട് തന്നെ അവതരിപ്പിച്ചു. ആൻഡ് ഇതിൽ വന്നിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സും അതെ അവർക്ക് പ്രോപ്പർ പർപ്പസ് ഓരോ സീനിൽ കറക്റ്റ് നമ്മളെ എഡ്ജ് ഓഫ് ദ സീറ്റിലേക്ക് കൊണ്ടു നിർത്തുന്ന ചില സീൻസുകളുണ്ട്. എന്തിനായിരുന്നു അങ്ങനെ ചെയ്യാൻ പോയത്? ഇത് പ്രതീക്ഷിക്കാത്ത ഒരു സാധനമൊക്കെ കൊണ്ട് പ്ലേസ് ചെയ്യുക, അതൊക്കെ ഇതിൽ കൊണ്ടുവരാൻ പറ്റി. ആൻഡ് അത് പ്രോപ്പർ പോയിന്റിൽ തന്നെയാണ് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. ആൻഡ് മൊത്തത്തിലുള്ള മേക്കിംഗ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും സ്റ്റോറി ആയാലും എല്ലാം തന്നെ നല്ല വൃത്തിക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെയുള്ള ഒരു ത്രില്ലർ ജേണർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പടം ഇഷ്ടപ്പെടും. കാരണം ഇതിലത്തെ ഒരു പെർട്ടിക്കുലർ ഷോട്ട് ആയാലും ശരി, ഒരു വളരെയധികം സ്ലോ മോഷനിൽ തിരിയുന്ന ഒരു ആ ഒരു മൂവ്മെന്റും ജസ്റ്റ് ഇങ്ങനെ നടന്നു വരിക സ്ലോ മോഷൻ ആയാലും ശരി, അത് നെസറി ആയിട്ട് അവർ പ്ലേസ് ചെയ്തു. ആൻഡ് ഓരോ ക്യാരക്ടേഴ്സിന്റെയും എന്താണ് നെക്സ്റ്റ് മൊമെന്റിൽ എന്ത് സംഭവിക്കും എന്ന രീതിയിലുള്ള ഒരു ഫീല് നമ്മളെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിരിക്കും നമുക്കറിയാം അല്ലെ. ആ ഒരു ഇമ്പാക്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ സ്ക്രീൻ പ്ലേക്ക് ആയാലും അതിന്റെ മേക്കിംഗ് ആയാലും ഓരോ മിനിറ്റ് ബൈ മിനിറ്റ് ആയാലും പറ്റിയിട്ടുണ്ട്. കാരണം അടുത്തൊരു മൊമെന്റിൽ എന്ത് സംഭവിക്കും എന്നുള്ള, അല്ലെങ്കിൽ ആ ഡോറിൽ നിന്ന് ആ ഒരു ഡോറ് തുറന്ന ആരാവും ഇനി അടുത്ത് ഉള്ളിലേക്ക് വരിക, ആൻഡ് ഇതിന്റെ ഉള്ളിൽ ഇനി എന്താവും സംഭവിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. പടം ഒരു OTT പ്ലാറ്റ്ഫോംസിലൊന്നും അവൈലബിൾ ആയിട്ടില്ല, ജസ്റ്റ് സൈറ്റ്സുകളിലൊക്കെയാണ് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളത്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴായിരുന്നു ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് റീസെന്റ് റിലീസ്ഡ് മൂവീസിൽ കണ്ടത്. എന്തായാലും ഈ പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ മസ്റ്റ് ആയിട്ട് കാണുക.